ആശ്രയമീശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവിക വിടുതൽ എന്നുള്ള ചിന്ത നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവിക വിടുതൽ അനുഭവിപ്പാനായിട്ട് നമുക്കാവശ്യമായിരിക്കുന്നത് ദൈവികത്തോടുള്ളതായ ഒരു പറ്റിച്ചേരൽ എന്നുള്ള ചിന്തയാണല്ലോ. 91-ാം സങ്കീർത്തനത്തിൽ നിന്നും അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ആ പറ്റിച്ചേരലിന് മുമ്പുണ്ടാകേണ്ടതായ ശുദ്ധീകരണത്തെപ്പറ്റി നമ്മൾ പഠിച്ചു. അതിനൊരു ഉദാഹരണമായിട്ട് ആസ എന്ന രാജാവിൻ്റെ ജീവിത ചരിത്രത്തെപ്പറ്റി നമ്മൾ പഠിക്കുകയുണ്ടായി. അതിൽ ആസ എന്താണ് ചെയ്തത്? ദൈവത്തോട് ആശ്രയിച്ചു, ദൈവത്തിന് ഹിതമുള്ളത് ചെയ്തു. ദൈവത്തിൻ്റെ ഹിതം എന്താണ്? തെസ്സലോനിക്ക ലേഖനത്തിലൂടെ നമ്മൾ പഠിച്ചു. ദൈവത്തിൻ്റെ ഇഷ്ടം തൻ്റെ ഭക്തരുടെ ശുദ്ധീകരണമാണ് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ജീവിത വിശുദ്ധി ആത്മീയ ജീവിതത്തിന് അനിവാര്യമാണ്. ദൈവത്തോട്, വിശുദ്ധനായ ദൈവത്തോട് പറ്റിച്ചേരുന്നതിന് ഒരു ജീവിത വിശുദ്ധി വളരെ അനിവാര്യമാണ് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, അതിനെ തുടർന്ന് വീണ്ടും നമ്മൾ പഠിക്കുമ്പോൾ ആസ രാജാവ് ശുദ്ധീകരണത്തിന് ശേഷം തൻ്റെ ജീവിതത്തിൽ ദൈവിക വിടുതൽ അനുഭവിച്ചത് എങ്ങനെയാണ്? പറ്റിച്ചേരുന്നവനിലുള്ളതായ പരിപൂർണമായ ആശ്രയം. താൻ ആരോടാണോ പറ്റിച്ചേരുവാനായിട്ട് ആഗ്രഹിച്ചത് ആ ദൈവത്തിൻ്റെതായ കൃപയിൽ ആശ്രയിക്കുന്നതായ ഒരു ആസ രാജാവിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. നിങ്ങൾ വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ 2 ദിനവൃത്താന്തം 14-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ആസയുടെ ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിച്ചത്? ആസ തൻ്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിക്കുവാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തെ ഞങ്ങൾ ഈ പുരുഷാരത്തിനു നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. ഉടനെ അടുത്ത വാക്യത്തെ നമ്മൾ വായിക്കുന്നു. 12-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ യഹോവ ആസയുടെയും യഹൂദരുടെയും മുമ്പിൽ കൂശ്യരെ തോൽക്കുമാറാക്കി കൂശ്യർ ഓടിപ്പോയി. ദൈവം അവിടെ കൃത്യമായ വിടുതൽ അവിടെ നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആസയുടെ ആ പ്രാർത്ഥനയിൽ ഒരു താഴ്മയുടെ അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ പറ്റിച്ചേരലിന് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. പറ്റിച്ചേരുമ്പോൾ അടുത്തതായി വേണ്ടുന്നത് ആശ്രയവും വിനയവും താഴ്മയും. തന്നെത്താനെ നമ്മളെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും കാണുന്നതായ ഒരു കാര്യമുണ്ട്. ആസയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നതായ ആസയെ സംബന്ധിച്ചിടത്തോളം നമ്മളവിടെ വായിക്കുന്നു. അതിൻ്റെ 8-ാമത്തെ വായിക്കുന്നു, ആസയ്ക്ക് വൻ പരിചയവും കുന്തവും എടുത്തവരായി 3,00,000 യഹൂദ്യരും ചെറുപരിച എടുക്കുവാനും വില്ല് കുലയ്ക്കുവാനും പ്രാപ്തരായി 2,80,000 ബെന്യാമിനുമുള്ള ഒരു സൈന്യമുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇത്രയും ശക്തിയുള്ള ഒരു സൈന്യമുണ്ടായിട്ട് ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആസ പറയുകയാണ്, ഞാൻ ആരാ? ബലഹീനനാ. അതുകൊണ്ടാണ് പറയുന്നത്, ബലവാനും ബലഹീനനും തമ്മിൽ ഒരു കാര്യമുണ്ടായ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പല കഴിവുകളും കാണും. നമുക്ക് ഭൂമിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഭൗതികമായ പല അനുഗ്രഹങ്ങളും നമുക്ക് കാണും. എന്നാൽ ദൈവിക വിടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? നമ്മൾ ഈ ലോകത്തിലെ ആശ്രയത്തെ ഉപേക്ഷിച്ച് ഈ ലോകത്തിലുള്ളതായ ശക്തിയിലോ വ്യക്തികളിലോ സമ്പത്തിലോ ഏതെങ്കിലും നമ്മൾ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവിടെ വിടുതലിൻ്റെതായ ദൈവിക വിടുതൽ അവിടെ പ്രാപിപ്പാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ്, നമുക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്. ഞാൻ നിങ്ങളുമൊക്കെ വ്യത്യസ്തമായ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നതായ നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുകയാണ്, നിങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടോ ഈ ലോകത്തിൻ്റെ ആശ്രയത്തിൽ നിന്നും പിന്മാറിക്കൊണ്ട്. വേദപുസ്തകത്തിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നതായ ഒരു കാര്യമുണ്ട്. ദൈവം പറയുകയാണ്,
നിങ്ങൾ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കരുത്. പ്രഭുക്കന്മാരിൽ നിങ്ങൾ ആശ്രയിക്കരുത്. കാരണം നമുക്ക് പലപ്പോഴും നമ്മളിന്ന് ആശ്രയിക്കുന്നതായ നമുക്കൊരു രോഗം വരുമ്പോഴും അല്ലെങ്കിൽ നമുക്കൊരു സാമ്പത്തികമായ പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മൾ ലോകപ്രകാരമുള്ള പലതിലും ആശ്രയിക്കുവാനായിട്ട് നമ്മൾ പോകും. എന്നാൽ ഒരു ദൈവീക വിടുതൽ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, പറ്റിച്ചേരുന്ന ദൈവത്തെ നമ്മൾ മനസ്സിലാക്കി ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക. നമ്മളൊന്നുമില്ല, ഞാൻ ബലഹീനനാകുന്നു എന്ന ഒരു സമർപ്പണ മനോഭാവമാണ്. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. ഒരു ഇത്തിൽ ചെടി ഒരു മരത്തിൽ പറ്റിച്ചേർന്നതിന് ശേഷം നമ്മളത് ചിന്തിച്ചതാണ്, അതിന് ഭൂമിയിൽ നിന്നുള്ളതായ ഒരു ബന്ധവുമില്ല. കംപ്ലീറ്റ് അത് ഭൂമിയിൽ നിന്നും മാറി ഈ ഒരു മരത്തിൽ പറ്റിയിരിക്കുന്ന ഒരു അനുഭവമാണ്. അതിൻ്റെ ആഹാരവും അതിൻ്റെ വളർച്ചയും എല്ലാം നിയന്ത്രിക്കുന്നത് ഏത് മരത്തോടാണോ അത് പറ്റിയിരിക്കുന്നത് ആ മരത്തിൽ നിന്നും ലഭിക്കുന്നതായ ആ ഒരു നന്മയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മൾ ചിലരൊക്കെ പറയും നാം പാതി ദൈവം പാതി. ഒരിക്കലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വിടുതൽ ലഭിക്കത്തില്ല. നമ്മൾ പാതി ദൈവം പാതി എന്നല്ല, അത് ലോകം പഠിപ്പിക്കുന്നതായ ഒരു ചരിത്രം. പക്ഷെ നമ്മളൊരു ദൈവ പൈതലാണ്. നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവീക വിടുതൽ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ ദൈവം പറയും, ആസ എന്താ പറഞ്ഞത്? ആസയ്ക്ക് വേണേൽ പറയാമായിരുന്നു, ഞാൻ എൻ്റെ ഇത്രയും ശക്തി ഉള്ളതായ സൈന്യമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ അതിലല്ല അഹങ്കരിക്കുന്നത്, അതിലല്ല ആശ്രയിക്കുന്നത്. രഥങ്ങളിലും കുതിരകളിലും അല്ല ആശ്രയിക്കുന്നത്, പ്രഭുക്കന്മാരിലല്ല ആശ്രയിക്കുന്നത്. ഇത്ര ശക്തനായ ആസ ശുദ്ധീകരണത്തിന് ശേഷം അവനെ സമർപ്പിച്ചുകൊണ്ട് പറയുക, ഞാൻ ബലഹീനനാകുന്നു. കർത്താവെ, ബലവാനും ബലഹീനും തമ്മിലൊരു കാര്യമുണ്ടായ ബലഹീനന് തുണ നിൽക്കുന്നത് നീയാണെന്നുള്ള വ്യക്തമായ അറിവ് ആസ അവിടെ ഉണ്ടാകുകയാണ്. അവിടെ അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആ സമർപ്പിച്ച് താഴ്മയോടെ പ്രാർത്ഥിച്ചതായ ആസായെ ദൈവം വിടുവിക്കുന്നു. അത് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവിക വിടുതൽ അനുഭവിപ്പാനായിട്ട് നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞവരാണല്ലോ. ഒരു താഴ്മയുടെ മനോഭാവത്തിൽ കർത്താവിനോട് നമ്മൾ ലോകത്തിലെ ആശ്രയത്തെ എല്ലാം വെടിഞ്ഞിട്ട് നമ്മൾ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങനെ ആശ്രയിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അതിനെയൊക്കെ മാറ്റി വെച്ചിട്ട്, കർത്താവേ, എനിക്ക് നിൻ്റെ കൃപ വേണം, നിൻ്റെ ശക്തി വേണം, നീ മാത്രമാണ് എന്നെ വിടുവിപ്പാൻ മതിയാവൻ. അങ്ങനെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രാവിലെ സമയം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ബാക്കിയെല്ലാം നിങ്ങൾ മാറ്റിവെക്കുക. നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ടുകളും നമ്മുടെ സാമ്പത്തിക ഞെരുക്കങ്ങളോ മറ്റെന്തുമായിക്കൊള്ളട്ടെ, അതിനെയൊക്കെ മാറ്റി വെച്ചിട്ട്, കർത്താവെ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, നിൻ്റെ ഹിതപ്രകാരം എന്നെ നടത്തണമേ. പാടിയതുപോലെ, ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ. ആശ്വാസം കർത്താവിലുണ്ട്, അത് ഞാൻ ഭാഗ്യവാനാണ്. ആ ദൈവത്തിൽ നമുക്ക് പരിപൂർണമായിട്ട് ആശ്രയിക്കാം. നമ്മുടെ ശക്തിയെ നമുക്ക് മറക്കാം. നമ്മുടേതായ ബന്ധങ്ങളിൽ ഏതാണോ നമ്മൾ ലോകപ്രകാരമുള്ളതായ നമ്മുടേതായ ആശ്രയങ്ങൾ, അതിനെ ഉപേക്ഷിച്ച് ഈ ദൈവത്തിൽ ആശ്രയിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നിന്നിൽ ആശ്രയിക്കുന്ന അങ്ങയുടെ മക്കളോട് അവിടുന്ന് കരുണ തോന്നണമേ. കർത്താവെ, ഈ വചനം കേട്ട് ഈ വചനത്തിൽ ആശ്രയിച്ച് കർത്താവിനോട് പറ്റിച്ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് താഴ്മയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ വിഷയത്തിന്മേൽ അവിടുന്ന് കരുണ കാണിക്കണം, വിടുതൽ നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.